പടച്ചവനെ ഞാൻ ഇതുകൂടി അടയ്ക്കാതാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ ഫ്ലാറ്റിൻ്റെ താഴെ ഗേറ്റ് ഇടാൻ കുറച്ച് പേര് വന്നിരുന്നേ. അവരെ വായി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ എൻ്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് കൂടി അടയ്ക്കാതാണ് കിടക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ താഴ്പ അടച്ചിട്ട് വന്നപ്പോഴത്തേനും ഞങ്ങളുടെ കറണ്ട് ചാർജ് വന്നിരിക്കുന്ന 894 രൂപയായി ഞങ്ങൾക്ക് കറണ്ട് ചാർജ്. പിന്നെ ആണെങ്കിൽ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള എൻ്റെ അങ്കത്തട്ടിലോട്ട് കയറി. അപ്പോഴാണ് ഒരു ബെല്ലടി ശബ്ദം. ഞാൻ നോക്കിയപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ ഈ ഫ്ലാറ്റിലെ മൊത്തത്തിലുള്ള തുണി തേച്ച് കൊടുക്കുന്ന ആളെന്ന്. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. സാധാരണ ഈ പുള്ളി ഒരു വണ്ടിയിലാണ് വരുന്നതെന്ന്. ഇന്ന് ആ വണ്ടി എടുക്കാൻ മറന്നുപോയെന്ന്. അപ്പോൾ പറ്റിയ ഏതെങ്കിലും ഒരു തുണി തേക്കുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഞാനും മോനും ചേട്ടനും എല്ലാം കൂടെ പിടിച്ച് വെളിയിലോട്ട് വെച്ച് അതിനുശേഷം വീണ്ടും ഞാൻ പുട്ടുണ്ടാക്കാനുള്ള എൻ്റെ അങ്കത്തട്ടിലോട്ട് കയറുകയാണ്. പുട്ട് മാത്രമല്ല, ഇടയ്ക്ക് ചോറും കറി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളം തീർന്നപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ മോട്ടർ ഇട്ടിട്ട് വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ തുണി തേച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കും പെട്ടെന്ന് എൻ്റെ ഈഗോ അടിച്ചിട്ട് ഞാൻ പോയി എൻ്റെ തുണികളെല്ലാം മടക്കി വെച്ച് ഞാൻ ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. എനിക്ക് പനിയെന്നൊരു എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു ഇതിനെല്ലാം പറയാൻ. പിന്നെ അതെല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ പോയി ചോറുണ്ടോ കേട്ടോ. നല്ല ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി, പപ്പടം, സലാഡ്, അച്ചാർ, അങ്ങനെ ഒരു ഹെവി ഊണായിരുന്നു കേട്ടോ. അപ്പം അത്രയ്ക്കുള്ളൂ. പിന്നെ കാണാം. ടാറ്റാ.